നമസ്തേ. ഞാൻ സേതുലക്ഷ്മി. ഇന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ നീതിബോധം ശ്രീജിത്ത് പണിക്കരോടൊപ്പം. ആ തമ്പനയിൽ കാണുമ്പോൾ ഒരിക്കലും ശ്രീജിത്ത് പണിക്കരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കേരളക്കര മുഴുവൻ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ നിമിഷപ്രിയയുടെ വിഷയം തന്നെയാണ്. ആ വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ എൻ്റെ വ്യൂ പോയിൻ്റ് എന്താണ്, എൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത് പണിക്കരുടെ ഈ വീഡിയോ കാണുന്നതിന് മുൻപേ തന്നെ ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ ഈ മീഡിയകളിലെല്ലാം വന്ന വാർത്തയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിമിഷപ്രിയ ആക്സിഡൻ്റലി ഈ കൊലപാതകത്തിലേക്ക് വന്നതാണ് എന്നതായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത്. പിന്നീട് നേരത്തെ ഈ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ ഈ സംഭവം. പക്ഷേ അത് എത്രത്തോളം കുറേ നാളുകൾക്ക് മുന്നെയാണ് ഞാൻ ഈ വിഷയം കണ്ടിരുന്നത്. എന്താണ് ഈ നിമിഷപ്രിയയുടെ കേസിൽ സംഭവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദമായ ഒരു കുറേ വീഡിയോകളിലൂടെ അനലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ശ്രീജിത്ത് പണിക്കറുടെ ആ ഒരു ക്യാപ്ഷൻ എൻ്റെ നീതിബോധം നിമിഷപ്രിയയ്ക്കൊപ്പമല്ല, അതായിരുന്നു ശ്രീജിത്ത് പണിക്കറുടെ ആ ഒരു പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ ക്യാപ്ഷൻ. ഇവിടെ എൻ്റെ നീതിബോധം ശ്രീജിത്ത് പണിക്കരോടൊപ്പമാണ്. പാലക്കാട്ടുകാരിയായ നിമിഷപ്രിയ ഏതൊരാളെയും പോലെ ഏതൊരു മലയാളിയെയും പോലെ ഉപജീവനത്തിനായി യമനിലേക്ക് പോയി. ഉപജീവനത്തിലായി നമ്മുടെ മലയാളികളോ ഒരു രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തേക്ക് ഒരുപാട് പൗരന്മാരങ്ങനെ ഉപജീവനത്തിനായിട്ട് പോകുന്നുണ്ട്. അതിലൂടെ രക്ഷപ്പെടുന്നവരുണ്ട്, അതിന് പ്രശ്നങ്ങളുണ്ടായി നാട്ടിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. അതുപോലൊരു കഥയാണ് നിമിഷപ്രിയയുടേത്. നിമിഷപ്രിയ ഇവിടുന്ന് നേഴ്സായിട്ട് തന്നെയാണ് യമനിലേക്ക് പോയത്. പക്ഷേ അതിനുശേഷം അവർക്ക് അവിടെ ഒരു ക്ലിനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരു ആശയത്തിൽ നിന്നും ഉണ്ടായതും അതിനുശേഷം അതിൻ്റെ ലാഭം വീതിക്കുന്നതുമായി ഉണ്ടായ ഒരു തർക്കം ഒരു മരണത്തിലേക്ക് കലാശിച്ചു എന്ന് തന്നെ നമുക്ക് അനുമാനിച്ചുകൂടെ? അങ്ങനെ സമാന ചിന്താഗതിയുള്ളവർ കാണത്തില്ലേ? ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മർമ്മം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്ന ആ ഒരു വസ്തുത അവർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. അവർ പർപ്പസ്ഫുള്ളി കൊന്നോ എന്നുള്ളതല്ല. അവർ പറയുന്നത് ഇപ്പം കയ്യബദ്ധമായിട്ട് കൊന്നതല്ല, കയ്യബദ്ധമായിട്ട് ആ യമൻ പൗരൻ മരിച്ചതല്ല. പക്ഷെ അവർ പറയുന്നു അവർ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ആളെ ബോധം കെടുത്തുന്നതിനായിട്ട് ചെയ്തതാണെന്ന്. ഒരു പ്രാവശ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ തന്നെ ആ ആൾ ബോധം കെട്ടില്ല, യമൻ പൗരൻ ബോധം കെട്ടില്ല. അതിനുശേഷം അവർ കുറച്ചും കൂടി ഡോസ് കൂടിയ ഒരു മരുന്ന് അയാളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ മരണപ്പെട്ടതെന്ന് നിമിഷപ്രിയ തന്നെ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവരുടെ ശബ്ദത്തിൽ തന്നെ ഫോണിലൂടെ അത് പറഞ്ഞ കാര്യവുമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു കയ്യബദ്ധമല്ല. ഒരാളുടെ ക്രൂരമായ പീഡനം നേരിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിക്ക് മാനസികമായി ഉണ്ടായ ഒരു രോഷം അത് അവർ പ്രകടിപ്പിച്ചത് രീതി അത് ഒരു കൊലപാതകത്തിൽ ചെന്ന് കലാശിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ വളരെ ഒരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളക്കര മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ എന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്താഗതി പല ആളുകളുടെയും മനസ്സിലേക്ക് വന്നത്. അതായത് ഇത് ശരിയാണോ തെറ്റാണോ? നേരത്തെയുള്ള ഒരുപാട് വീഡിയോകളിൽ നിമിഷപ്രിയയുടെ ജീവിതമൊക്കെ അനലൈസ് ചെയ്ത് നിമിഷപ്രിയ അത്ര നല്ല ആളല്ല, അവർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ വന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ വിഷയമാണ്. അവരൊരു നല്ല സ്ത്രീയോ മോശപ്പെട്ട സ്ത്രീയോ എന്നുള്ളതല്ല ചർച്ച. ഇവിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് ഒരു കൊലപാതകം ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡർ നടത്തിയതിൽ ശിക്ഷ കൊടുത്തത്, അതായത് ഒരു രാജ്യത്തിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥയിൽ അവർ നൽകിയിരിക്കുന്ന ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കുറേ ആളുകളുടെ ഒരു
കൂട്ടായ പ്രവർത്തനം അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ നീതിബോധം മാത്രമേ ശ്രീജിത്ത് പണിക്കരോടൊപ്പമുള്ളൂ. വൈകാരികമായി ചിന്തിച്ചാൽ, ഒരു സ്ത്രീയായി ചിന്തിച്ചാൽ ഞാൻ എപ്പോഴും നിമിഷപ്രിയയ്ക്ക് ഒപ്പം തന്നെയാണ്. കാരണം ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ അനുഭവിച്ച പീഡനങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് അവരിങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷെ അത് കൊലപാതകം ചെയ്യുന്നതിനൊരു ന്യായീകരണമാണോ? അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ നിമിഷപ്രിയ നേരിട്ടതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഗാർഹിക പീഡനം തന്നെയാണ്. ഒരു സ്ത്രീ ഏത് രാജ്യത്ത് അനുഭവിച്ചാലും ഗാർഹിക പീഡനം തന്നെയാണ്. നിമിഷപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ഈ യമൻ പൗരനെ വിവാഹം ചെയ്തു എന്നുള്ള വസ്തുത അയാൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണ് എന്ന്. പക്ഷെ അവരുടെ ശബ്ദത്തിൽ തന്നെ പറയുന്ന ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഇവരും രണ്ടുപേരും തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ജയിൽവാസം അനുഭവിച്ചു എന്ന് ഈ കേസിൽ അവർ പറയുന്നുണ്ട്. രണ്ടുപേരുടെ തർക്കവും കോടതിയിലും കേസുമൊക്കെയായി രണ്ടുപേരും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവർക്ക് ഈ ആശയം തന്നെ കൊടുത്തത് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ അവിടുത്തെ ഒരു ജോലിക്കാരനോ ആണ്. അവർക്കിങ്ങനെ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം നിങ്ങൾ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെട്ടോളൂ എന്നുള്ള ആശയം കൊടുത്തു തന്നെ വേറൊരാളാണെന്നും അവർ പറയുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കൂടെ അവർ ഒരു പാർട്ട്ണറായി തന്നെ ജീവിതം നയിച്ചു. അത് അവരുടെ ഈ യമൻ പൗരൻ്റെ ജ്യേഷ്ഠനാണ് അവരെ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു രീതിയിൽ അവരുടെ ആചാരപ്രകാരം കൈപിടിച്ചു കൊടുത്തു എന്നൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടതിൻ്റെ കുറ്റമാണ് എന്ന് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആ ആളോടൊപ്പം അവർ ജീവിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കൊണ്ട് അവർ ജീവിതം അയാളോടൊപ്പം കുറച്ച് കാലത്തേക്കെങ്കിലും ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വസ്തുതയല്ലേ നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നമ്മുടെ കേരളത്തിൽ തന്നെ മയക്കുമരുന്നിനും കുടിയനായ ഭർത്താവിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ ഇതുപോലൊരു കൊലപാതകം ചെയ്താൽ നിങ്ങൾ ന്യായീകരിക്കുമോ? ഇവിടെ ഈ യമൻ പൗരൻ അവരംഗീകരിച്ച രീതിയിൽ അവരുടെ ഭർത്താവായിരിക്കത്തില്ല, പക്ഷേ അയാളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ആ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളിൽ നിന്ന് ഏറ്റ ക്രൂരമായ പീഡനങ്ങൾ, അയാൾ ഒരു നല്ല മനുഷ്യനാവത്തില്ല, അതായത് ദുഷ്ടനായ ഒരു മനുഷ്യനായിരിക്കും. ആ ദുഷ്ടനായ മനുഷ്യനിൽ നിന്നും ആ സ്ത്രീക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ട വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതുപോലെ ഭർത്താവിൽ നിന്നും കുടിയും മറ്റ് പ്രശ്നങ്ങളുമായി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീ ഇതുപോലെ ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലുക അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നാൽ നിങ്ങളുടെ മനസാക്ഷി ഇതുപോലെ തന്നെ ആ സ്ത്രീക്കൊപ്പം നിൽക്കുമോ? ആ വസ്തുത മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ നിമിഷപ്രിയയ്ക്ക് ദിയാദനം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ബ്ലഡ് മണി കൊടുത്ത് നമുക്ക് മോചിപ്പിച്ചുകൊണ്ട് വരാം. ആ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തന്നെ അവരെ മോചിപ്പിച്ചുകൊണ്ട് വരാം. അതിന് പിന്നിൽ വേറൊരു കാരണം കൂടെ, അവർക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ 100% ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ എല്ലാവരും ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? ഒരിക്കലും അല്ല. ഏതൊരാളുടെ അവരവരുടേതായ രീതിയിൽ, അതായത് വൈകാരികപരമായി, അതാണ് അവിടുത്തെ വൈകാരികപരമായി ചിന്തിച്ചാൽ നമുക്ക് നിമിഷപ്രിയയ്ക്ക് ഒപ്പമേ നിൽക്കാൻ കഴിയൂ. പക്ഷേ അതിൻ്റെ ധാർമ്മികതയും നീതിബോധവും ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് നിമിഷപ്രിയയ്ക്ക് ഒപ്പം നിൽക്കാൻ കഴിയില്ല. ഇപ്പം മലയാളത്തിൽ കേരളക്കാരെ മുഴുവൻ ഒരു കുറച്ച് നാളുകളായിട്ട് കൂടുതൽ ആളുകൾ, നേരത്തെ ഇങ്ങനെ ഇത്രയും വാർത്താ പ്രാധാന്യം ഇല്ലായിരുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോയി കുറ്റം ചെയ്തിട്ട് അവിടുന്ന് ഇതുപോലെ ബ്ലഡ് മണി കൊടുത്തിട്ട് മോചനം ആവശ്യപ്പെടുന്നു. ഇവിടുന്ന് ഫണ്ടുകളൊക്കെ സമാഹരിക്കുന്നു. അതിനായിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവണത ഇപ്പോൾ കൂടി വരികയല്ലേ. നാളെ ആർക്കെങ്കിലും അവിടെ പോയി വേറൊരു രാജ്യത്ത് പോയി കുറ്റം ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു വരാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകത്തില്ലേ? ഇപ്പം നിമിഷപ്രിയയുടെ കേസിൽ ഇതൊരു ആക്സിഡൻ്റൽ മർഡർ ആണ് എങ്കിൽ, നിമിഷപ്രിയയെ എന്തെങ്കിലും ഒരു റേപ്പ് അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ട് അയാളെ കൊല്ലുകയായിരുന്നു എങ്കിൽ നമുക്ക് എല്ലാവർക്കും അവർക്കൊപ്പം തന്നെ നിൽക്കാം. കാരണം എന്താണ്, അവരുടെ ആത്മരക്ഷാർത്ഥം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ മാനത്തെ ചോദ്യം ചെയ്തപ്പോൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മരണം സംഭവിച്ചു. അതിനെ നമുക്ക് നീതിബോധത്തിൻ്റെ പേരിലാണെങ്കിൽ തന്നെ നമുക്കതിനെ അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അയാളോടൊപ്പം നിമിഷപ്രിയ കുറേ കാലങ്ങൾ അവിടെ താമസിച്ചു. അവർ ലാഭം വീതിക്കുന്നതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് അവസാനം
അവസാനം ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. എങ്ങനെ ആളെ വകവരുത്തണം എന്നുള്ള ചിന്തിച്ച് കാണത്തില്ലായിരിക്കും. അതിപ്പോൾ നിമിഷപ്രിയയ്ക്ക് മാത്രം പറയാവുന്ന കാര്യമാണ്. ഞാൻ പർപ്പസ്ഫുള്ളി അല്ല ആൾക്ക് മരുന്ന് കൊടുത്തത്, ജസ്റ്റ് ഒരു ബോധം കെടാനാണ്. പക്ഷെ ഒരു നേഴ്സായ ഒരു ആൾക്ക് അറിയില്ലേ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വുമൺ അത് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അവർക്കറിയത്തില്ല മരുന്നിൻ്റെ ഡോസേജ് എത്രയാണ്, അളവ് എത്രയാണ്, ഒരാൾ ബോധം പോകുമോ അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് എത്തുമോ എന്ന് ഒരു സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് മനസ്സിലായില്ല എന്ന് പറയാം. പക്ഷേ ഇതൊരു ആരാണ്, ഒരു നേഴ്സാണ്. അവർക്ക് ജീവനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ അവർ ആ മരുന്ന് കുത്തിവെച്ചത് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്ന് തന്നെ ഉദ്ദേശിച്ചല്ലേ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് തിരിച്ചു വരാമായിരുന്നിരിക്കും. പക്ഷെ അവർ വരാതിരുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ആകെയുള്ള സമ്പാദ്യം മുഴുവൻ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനായി നിക്ഷേപിച്ചു. അത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ആ സ്ത്രീക്ക് വരാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരിക്കും. പക്ഷേ സ്വന്തം മാനത്തേക്കാളും ജീവനേക്കാളും വലുതാണോ സമ്പാദ്യങ്ങൾ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുതാണ് അവളുടെ അഭിമാനം. അതും അവർ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. സാഹചര്യം എന്തു ആയിക്കോട്ടെ, അവർക്ക് പാസ്പോർട്ട് കൈക്കലാക്കി രക്ഷപ്പെടാനായിട്ട് അവർ ശ്രമിച്ചു. ഇതേ രക്ഷപ്പെടൽ അവർക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നു. ഈ ആൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പം നമ്മുടെ എംബസി ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ആ എംബസി പ്രവർത്തിക്കുന്നില്ല തന്നെ അവർക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്യൂ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അവർ കുറച്ച് നാൾ ആ ആളോടൊപ്പം തന്നെ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും അവർക്ക് രക്ഷപ്പെട്ടു പോരാനുള്ള ഒരു മോട്ടീവ് എന്തുകൊണ്ട് തോന്നിയില്ല? ഇയാളുടെ ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ മുഴുവൻ ലാഭം അയാൾ തന്നെ കൈക്കലാക്കുന്നു. അവർക്ക് യാതൊരു രീതിയിലുമുള്ള ഇതിൽ നിന്നും ഒരു ലാഭം കിട്ടത്തില്ല എന്നറിഞ്ഞു. പിന്നെ അവരുടെ മാനസികമായും ശാരീരികമായുള്ള ടോർച്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കൊല ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആക്സിഡൻ്റലി സംഭവിച്ച ഒരു ഡെത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിമിഷപ്രിയയ്ക്ക് ഒരു കുട്ടിയുണ്ട്. അത് നമ്മൾ വാർത്താ പ്രാധാന്യം ഒരുപാട് നേടിയില്ലെങ്കിലും ആ കുട്ടിയുടെ പ്രാർത്ഥനയിലും അവരുടെ അമ്മ രക്ഷപ്പെട്ടു വരണം എന്നായിരിക്കും പ്രാർത്ഥന. നമുക്ക് ഓരോരുത്തർക്കും അത് പ്രാർത്ഥിക്കാം. അവർ രക്ഷപ്പെട്ടു തന്നെ, ഓരോ സാഹചര്യമായിരിക്കും അവരെ കൊലയാളിയാക്കിയത്. പക്ഷേ അതൊരിക്കലും ഒരു ന്യായീകരണം ആകരുത് എന്ന് മാത്രം. കാരണം നാളെ ഒരു സമൂഹത്തിന് മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകും. എനിക്കിങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ എനിക്കൊരാളെ കൊല്ലാം. ആ ഒരു മെൻറ്റാലിറ്റി ഒരിക്കലും ശരിയാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. യമനിലേക്ക് പോകുന്ന അല്ലെ ഇവരുടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലുകാർ ഇങ്ങനെ പോകുന്നവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനേ നമുക്ക് കഴിയൂ. നമ്മളുമായി ഒരു നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമല്ല ഈ യമൻ എന്ന് പറയുന്നത്. ഹൂതികൾ ഭരണം നടത്തുന്ന, അവരുടേതായ ഒരു ഗോത്രവർഗ്ഗക്കാർ ഭരണം നടത്തുന്ന അവരുടേതായ നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരു രാജ്യമാണ് ഈ യമൻ എന്ന് പറയുന്നത്. നമുക്കിപ്പം ഇന്ന കാര്യം സത്യമാണ്, ഇന്നത് ശരിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോലും നമുക്ക് എത്താൻ കഴിയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അവിടുത്തെ ഒരു മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നീക്കുപോക്കുണ്ടാക്കിയാൽ നമുക്ക് പറയാം ഈ കാര്യം ശരിയാണ്, അല്ലെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഇത് ഈ ആക്ഷൻ കൗൺസിലിൽ തന്നെ ഉണ്ടായിരുന്ന, സേവ് നിമിഷപ്രിയ എന്നുള്ള ആ ആക്ഷൻ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ സമാഹരിച്ച ഫണ്ടുമായി എങ്ങോട്ടോ പോയി, അല്ലെങ്കിൽ അയാൾക്ക് അത് ചെലവഴിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. നമുക്ക് ഒരു സാധാരണ ഒരു പൗരനെന്ന നിലയിൽ ഇതിൽ ഏത് കാര്യമാണ് വിശ്വസിക്കേണ്ടത്? ഇതിലെ സത്യസന്ധത എന്താണ്, അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ടായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് ഇതിൽ ഒരാൾക്ക് മനസ്സിലാവത്തില്ല. കാരണം പോകുന്ന ആളുകൾ, ചർച്ച നടത്തുന്ന ആളുകളോ അവരുടേതായ രീതിയിൽ അവരുടേതായ വ്യാഖ്യാനങ്ങൾ, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ അത് മാത്രമായ ഒരു വ്യാഖ്യാനമാണ്, ആ രീതിയിൽ വളച്ചൊടിച്ച കാര്യങ്ങളാണ് ഇന്ന് സൊസൈറ്റിയുടെ മുന്നിലേക്ക് എത്തുന്നത്. എൻ്റെ നീതിബോധം ഒരിക്കലും നിമിഷപ്രിയയ്ക്കൊപ്പമല്ല, പക്ഷേ വൈകാരികമായി ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമാണ്. നന്ദി, നമസ്കാരം.